നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഡിസംബർ 8 വരുന്ന കോടതി വിധി ഉറ്റുനോക്കുകയാണ് കേരളം. 8-ാം പ്രതി ദിലീപ് വിധി നിർണായകമാണ്. ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ദിലീപാണെന്ന് തെളിഞ്ഞാൽ ശിക്ഷ ഉറപ്പ്. നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ 7 വർഷമായി തുടരുന്ന ആരോപണങ്ങൾക്ക് അവസാനം. അത്യന്തം നാടകീയമായാണ് ഈ കേസ് തുടക്കം മുതൽ മുന്നോട്ട് പോയത്. മൊഴി മാറ്റിയവർ ഏറെ. നിർണായക തെളിവുകളുമായി ബാലചന്ദ്രകുമാർ രംഗത്ത് വന്നപ്പോൾ ചാനൽ ചർച്ചകളിൽ കേസ് വീണ്ടും സജീവമായി. പൾസർ സുനിയുടെ അടങ്ങുന്ന സംഘമാണ് കൊച്ചിയിൽ വെച്ച് നടിക്ക് നേരെ ലൈംഗികാക്രമണം നടത്തുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തത്. ഇതൊരു കൊട്ടേഷനാണെന്ന് പൾസർ സുനി നടിയോട് പറഞ്ഞിട്ടുമുണ്ട്. നടി ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭയന്ന് നിയമ നടപടിക്ക് പോകില്ലെന്നാണ് പ്രതികൾ കരുതിയത്. എന്നാൽ ഈ ധാരണ പിഴച്ചു. നടി അന്ന് രാത്രി തന്നെ പോലീസിൽ പരാതിപ്പെട്ടു. പ്രമുഖർ വിഷയത്തിൽ ഇടപെട്ടു. ഏറ്റവും ധീരമായ നടിയുടെ നീക്കം പ്രതികളുടെ കണക്കുകൂട്ടലെല്ലാം ഇല്ലാതാക്കി. അതിജീവിതത്തിലേക്ക് വേണ്ടി സിനിമാ രംഗത്ത് പലരും സംസാരിച്ചു. ചിലർ പിന്നീട് നിലപാടിൽ മായം വരുത്തി, ചിലർ മൗനം പാലിച്ചു. എന്നാൽ നടി മഞ്ജു വാര്യരുടെ വാക്കുകളാണ് കേസിൽ തുടക്കത്തിൽ ഏറ്റവും നിർണായകമായത്. അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വേദിയിൽ സംസാരിക്കുകയായിരുന്നു നടി. ഇതിനു പിന്നിൽ നടന്നിരിക്കുന്നത് ക്രിമിനൽ ഗൂഢാലോചനയാണ്. ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള എല്ലാ പ്രവർത്തനത്തിനും അങ്ങേയറ്റം പൂർണ്ണമായി പിന്തുണ നൽകുമെന്നാണ് നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുകയെന്നാണ് മഞ്ജു പറഞ്ഞത്. മഞ്ജുവിൻ്റെ വാക്കുകൾ കേസിന് വലിയ ശക്തി പകർന്നു. അതിജീവിതയുടെ ഏറ്റവും വലിയ അടുത്ത സുഹൃത്താണ് മഞ്ജു. അന്ന് വേദിയിൽ മറ്റൊരു കാര്യവും മഞ്ജു പറഞ്ഞു. ഒരു സ്ത്രീ വീടിന് പുറത്തും അകത്തും പുരുഷന് നൽകുന്ന ബഹുമാനം അതേ അളവിൽ തിരിച്ചു കിട്ടാനുള്ള അർഹത ഒരു സ്ത്രീക്കുണ്ട്. ആ സന്ദേശമാണ് ഞാനിവിടെ എല്ലാവരെയും അറിയിക്കാൻ ആഗ്രഹിക്കുന്നതെന്നും മഞ്ജു അന്ന് പറഞ്ഞു. ദിലീപും അന്ന് ഈ സംഗമത്തിൽ പങ്കെടുത്തിരുന്നു. കേസ് പിന്നീട് ദിലീപിലേക്ക് നീങ്ങി. ഒരു ഘട്ടത്തിൽ ദിലീപിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ദിലീപിനെ അറസ്റ്റ് വരുത്തിയത് മഞ്ജു ആമി എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് പൊട്ടിക്കരഞ്ഞു എന്നാണ് അന്ന് പുറത്തു വന്ന വാർത്ത. കേസ് ദിലീപിനെതിരെ ശക്തമായ മൊഴി നൽകിയവരിൽ ഒരാളാണ് മഞ്ജു. മൊഴിയിൽ മഞ്ജു ഉറച്ചു നിൽക്കുകയും ചെയ്തു. മകൾ മീനാക്ഷി ഉപയോഗിച്ച് മൊഴി മാറ്റാൻ മഞ്ജുവിനെ ദിലീപ് പ്രേരിപ്പിച്ചതെന്നും ആരോപണം വന്നിരുന്നു. സമ്മർദ്ദമുണ്ടായിട്ടും മഞ്ജു തൻ്റെ മൊഴിയിൽ ഉറച്ചു നിന്നു. ഇന്ന് സിനിമകളുടെ തിരക്കിലാണ് മഞ്ജു വാര്യർ. ദിലീപിന് കേസിന് ശേഷം കരിയറിൽ വലിയ വീഴ്ച വന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.